തിരുവനന്തപുരം ജില്ലയിലെ അതിപുരാതന ശാസ്താക്ഷേത്രങ്ങളിലൊന്നാണ് ചൊവ്വര ശ്രീധർമ്മ ശാസ്താക്ഷേത്രം. ഈ ക്ഷേത്രം തെക്കൻ ശബരിമല എന്ന പേരിൽ അറിയപ്പെടുന്നു. തിരുവനന്തപുരത്തു നിന്നും 21 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചൊവ്വര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. കടൽക്കരയിലെ കുന്നിൻ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഏക അയ്യപ്പ ക്ഷേത്രമാണ് ചൊവ്വര ശ്രീധർമ്മ ശാസ്താക്ഷേത്രം. ഇവിടുത്തെ മനോഹരമായ പ്രകൃതി ഭംഗി ഏവരെയും ആകർഷിക്കും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 400 അടി മുകളിലായാണ് ക്ഷേത്രം. ക്ഷേത്ര ഐതിഹ്യം തിരുവിതാംകൂർ രാജഭരണ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തിരുവിതാംകൂറിന്റെ യുവരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എട്ടുവീട്ടിൽ പിള്ളമാരെയും നമ്പിമാരെയും ഭയന്ന് പല സ്ഥലങ്ങളിലും തറവാടുകളിലും ഒളിവിൽ കഴിയുകയുണ്ടായി. രാജഭരണം ഏറ്റെടുത്ത മാർത്താണ്ഡവർമ്മ ഇപ്രകാരം കഴിഞ്ഞ വീട്ടുകാർക്ക് ഭൂമി വക സ്വത്തുക്കൾക്ക് കരമൊഴിവാക്കി നൽകിയതായി ചരിത്രം പറയുന്നു. അങ്ങനെ ഒരു നാൾ മുരിയത്തോട്ടത്ത് തറവാട്ടിലെ ഇലങ്കത്തിലുള്ള പൂജാമുറിയിൽ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്നു. ദൂതന്മാർ വഴി മാർത്താണ്ഡവർമ്മ ഒളിച്ചിരിക്കുന്നതറിഞ്ഞ എട്ടുവീട്ടിൽ പിള്ളമാർ തറവാട് അഗ്നിക്കിരയാക്കി. പൂജാമുറി ഒഴികെ തറവാട് ഒന്നാകെ കത്തി നശിച്ചു. പൂജാമുറി അഗ്നിക്കിരയാകാതെ ഇരുന്നതിനാൽ മാർത്താണ്ഡവർമ്മ രക്ഷപ്പെട്ടു. തുടർന്ന് രാജഭരണം ഏറ്റെടുത്ത ശേഷം മാർത്താണ്ഡവർമ്മ ദൂതന്മാരെ മുരിയത്തോട്ട് തറവാട്ടിലേക്ക് അയച്ച് കാരണവരെയും കാര്യസ്ഥനെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. തുടർന്ന് രണ്ടുപേരും കൂടി ഒരു കുതിരപ്പുറത്ത് കയറി കൊട്ടാരത്തിലെത്തി മാർത്താണ്ഡവർമ്മയെ മുഖം കാണിച്ചു. കാരണവർ മടങ്ങാൻ നേരം മാർത്താണ്ഡവർമ്മ തന്റെ വകയായി ഒരു കുതിരയെ സമ്മാനമായി നൽകി. അതിനുശേഷം ഒരു നാൾ മാർത്താണ്ഡവർമ്മയും പരിവാരങ്ങളും കൂടി മുരിയത്തോട്ടം തറവാട്ടിൽ എഴുന്നള്ളി. രാജാവ് താൻ ഒളിച്ചിരുന്ന പൂജാമുറി മാത്രം കത്താത്തതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു. തറവാട്ട് വകയായി ചൊവ്വരയിൽ ഒരു ശാസ്താക്ഷേത്രമുണ്ടെന്നും അവിടെ ചെന്ന് നിത്യപൂജ നടത്തുന്നത് ബുദ്ധിമുട്ടായതിനാൽ ശാസ്താവിനെ തറവാട്ടിലെ പൂജാമുറിയിൽ വച്ച് നിത്യേന പൂജിക്കുകയാണെന്നും ശാസ്താവിന്റെ ചൈതന്യശക്തി കൊണ്ടാണ് പൂജാമുറി മാത്രം അഗ്നിക്കിരയാകാത്തതെന്നും കാരണവർ മാർത്താണ്ഡവർമ്മയോട് ഉണർത്തിച്ചു. കാര്യങ്ങൾ ഗ്രഹിച്ച രാജാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ പ്രകാരം രാജാവിന് ക്ഷേത്രത്തിലെത്തുന്നതിന് ചൊവ്വര മുതൽ ക്ഷേത്രം വരെ ഒരു ഇടവഴി വെട്ടി തെളിച്ചെടുത്തു. രാജപാത ഇടവഴി എന്ന പേരിലാണ് ഈ നിരത്ത് അറിയപ്പെടുന്നത്. തുടർന്ന് മാർത്താണ്ഡവർമ്മ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്ര പരിസരത്തു നിന്നും ചൊവ്വരയിലെ ഏകദേശം 400 അടി താഴ്ചയുള്ള കടപ്പുറം കണ്ട് ഇവിടെ നിന്ന് ഒരു കുതിരപ്പുറത്ത് ചാടാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. തുടർന്ന് മുരിയത്തോട്ടം കുടുംബത്തിലെ മാർത്താണ്ഡൻ പിള്ള തയ്യാറാണെന്ന് അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മാർത്താണ്ഡവർമ്മയും പരിവാരങ്ങളും കൂടി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. മാർത്താണ്ഡൻ പിള്ള കുതിരയുടെ 2 കണ്ണുകളും മൂടിക്കെട്ടി കുതിരപ്പുറത്ത് കയറി കുതിരയെ ചൊവ്വരയിൽ നിന്ന് താഴോട്ട് ചാടിച്ചു. മാർത്താണ്ഡൻ പിള്ളയും കുതിരയും തൽക്ഷണം പരലോകം പ്രാപിച്ചു. പിള്ളയുടെ മരണശേഷം മുരിയത്തോട്ടം കുടുംബത്തിന് മാർത്താണ്ഡവർമ്മ 1001 തട്ട് പുരയിടവും 1001 പറ വിത്ത് വിതയ്ക്കാനുള്ള നിലവും കരമൊഴിവാക്കി പാരിതോഷികമായി നൽകി. കുളച്ചൽ യുദ്ധകാലത്ത് ഇതുവഴി കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്ന നാവികസേനാ അംഗങ്ങൾ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ കണ്ട് പടയൊരുക്കമാണെന്ന് കരുതി ക്ഷേത്രത്തിന് നേർക്ക് വെടിവെക്കുകയും ക്ഷേത്രത്തിന് കേടുപാട് സംഭവിക്കുകയും ചെയ്തു. കൊല്ലവർഷം 852 മാസത്തിലെ ഉത്തര നക്ഷത്രത്തിൽ ക്ഷേത്ര പുനഃപ്രതിഷ്ഠയും കലശവും നടത്തിയതായി മുരിയത്തോട്ടം തറവാട്ടിലെ വരവ് ചെലവ് കണക്കുകളിൽ പറയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് മുരിയത്തോട്ടം തറവാടിന് ബുദ്ധിമുട്ടായപ്പോൾ തറവാട്ടിലെ കാരണവർ അയ്യപ്പ സേവാ സംഘത്തിന് ക്ഷേത്രം കൈമാറി. അങ്ങനെ ഏതാനും വർഷം അയ്യപ്പ സേവാ സംഘം നേരിട്ട് ക്ഷേത്രഭരണം നടത്തി. തുടർന്ന് നടത്തിപ്പ് അയ്യപ്പ സേവാ സംഘത്തിന്റെ 167 നമ്പർ ശാഖ ഭരണം ഏറ്റെടുത്തു. 1995 അഷ്ടമംഗല ദൈവപ്രശ്നപ്രകാരം ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്ത് പുനഃപ്രതിഷ്ഠയും കലശവും ധ്വജപ്രതിഷ്ഠയും നടത്തി. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ശബരിമലയിലേതുപോലെ 18 പടികൾ നിർമ്മിച്ചു. ഈ പടികളിൽ കൂടി ഇരുമുടിക്കെട്ടുമായി മാത്രമേ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ. പ്രതിഷ്ഠാദിനമായ കുംഭത്തിലെ രോഹിണി നാളിൽ 18ാം പടിയിൽ പടിപൂജ നടത്തുന്നു. മകരമാസത്തിൽ മകരവിളക്ക് ആറാട്ട് മഹോത്സവം നടത്തുന്നു. ഇതിനോടനുബന്ധിച്ച് പേട്ടതുള്ളൽ, തിരുവാഭരണ ഘോഷയാത്ര, മകരപ്പൊങ്കാല, ആനയൂട്ട് തുടങ്ങിയവ നടത്തപ്പെടുന്നു. കൂടാതെ ഉത്സവ സമയത്ത് നിലത്ത് പഞ്ചവർണ്ണ പൊടി കൊണ്ട് കുതിരപ്പുറത്ത് വേട്ടയ്ക്ക് പോകുന്ന അയ്യപ്പന്റെ കളം വരയ്ക്കുന്നു. തുടർന്ന് കളംപാട്ടും നടത്തുന്നു. പൗർണമി നാളിൽ ഐശ്വര്യപൂജയും നാരങ്ങ വിളക്കും കത്തിക്കുന്നു. പൈങ്കുനി ഉത്രം നാൾ അന്നദാനം നടത്തുന്നു. അപ്പം, അരവണ, പായസം, നീരാഞ്ജനം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ബുധൻ, ശനി, ആയില്യം, മലയാള മാസം 1-ാം തീയതി, ഉത്രം നക്ഷത്രം, പൗർണമി, വൃശ്ചികം 1 മുതൽ മകരം 1 വരെ എന്നീ ദിവസങ്ങളിൽ മാത്രം നട തുറന്ന് പൂജ നടത്തുന്നു. ശ്രീധർമ്മ ശാസ്താവ് അഭിഷ്ടവരദായകനായി വാണരുളുന്ന ചൊവ്വര സന്നിധാനത്തിൽ ഉപദേവതകളായി ഗണപതി, ദുർഗ, മഹാദേവൻ, നാഗർ, ബ്രഹ്മരക്ഷസ് എന്നിവരെ യഥാവിധി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.